ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് +2 പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സുവോളജിയിൽ വന്ന മാറ്റങ്ങളും ഏതെല്ലാം ചോദ്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. 1 മണിക്കൂറാണ് പരീക്ഷ. അതേപോലെ 20 മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഉള്ളത്. അങ്ങനെ സുവോളജിക്കും ബോട്ടണിക്കും കൂടെ 20 വീതം വെച്ച് ടോട്ടലി ബയോളജിക്ക് 40 മാർക്കാണ് ഈ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്നത്. 10 ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 8 ചോദ്യം മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇനി ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ബയോളജി പരീക്ഷയിൽ നിന്ന് മൈക്രോസ്കോപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ളതിനാൽ നിങ്ങൾക്ക് നോർമലി ബ്ലഡ് സ്മിയർ എടുത്തു കൊടുക്കണമായിരുന്നു, അതേപോലെ ചീക്ക് സെല്ലിൻ്റെ എടുക്കണമായിരുന്നു, മസിൽ ടിഷ്യൂ തിരിച്ചറിഞ്ഞിട്ട് എഴുതണമായിരുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിലെല്ലാം ഉപരി ഏറ്റവും പേടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈവയ്ക്ക് ചോദിക്കും എന്ന് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പഠിക്കുന്ന ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് രണ്ടും തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ ഇങ്ങനെ ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലും അറിഞ്ഞാലും മതി ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ആദ്യത്തെ ചോദ്യം, identify the given invertebrate animal. Write one identifying character, one economic importance or one adaptation. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണത്തിനെ ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഏത് ക്യാരക്ടറാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എഴുതാം. ഇവിടെ ഹൈഡ്ര, ലിവർ ഫ്ലൂക്ക്, അസ്കാരിസ്, ലീച്ച്, എർത്ത് വേം, സിൽക്ക് വേം, ഹണി ബി, പൈല, സ്റ്റാർഫിഷ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രമേ വെക്കുകയുള്ളൂ. ഈ 5 എണ്ണം ഏതാണെന്നുള്ളത് ഓരോ സ്കൂളിലും അവിടെ ഉള്ള ഇമേജിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് 25-ാം തീയതി വരെ നിങ്ങളുടെ സ്കൂളിൽ പോയി പ്രാക്ടിക്കൽ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ സുവോളജി അധ്യാപികയുമായിട്ട് ചർച്ച ചെയ്ത് ഇതിൽ ഏതൊക്കെയാണ് 5 എണ്ണം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ ഒരെണ്ണമായിരിക്കും നിങ്ങളുടെ എക്സാമിനർ എടുത്ത് വെക്കുക. ആ 5 എണ്ണത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈഡ്രയാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ അതിൻ്റെ എഴുതാം. ഉദാഹരണം, അതിൻ്റെ പ്രസൻസ് ഓഫ് ടെൻറ്റക്കിൾ എഴുതാം, അല്ലെങ്കിൽ റേഡിയലി സിമെട്രിക്കൽ എന്നുള്ളത് എഴുതാം. അങ്ങനെ അതിൻ്റെ ഏതാണോ എന്നുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗിവൺ വെർട്ടിബ്രേറ്റ് ആനിമൽ. അതിൻ്റെയും ഇതേപോലെ ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അഡാപ്റ്റേഷന്. ഇങ്ങനെ ഷാർക്ക്, ഫ്രോഗ്, കലോട്ടസ്, പീജിയൻ, റാബിറ്റ് ഈ 5 എണ്ണമാണ് ഉള്ളത്. ഇതിൽ തന്നെ അവിടെ ഇഷ്ടമുള്ള ഒരെണ്ണമാണ് വെക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഫോട്ടോ വെക്കുന്നതെന്നാണ് തിരിച്ചറിയുന്നത്. ഇതിൽ ഷാർക്ക് മാത്രമേ ഉള്ളൂ തന്നിട്ടുള്ളതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് വെക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഉള്ളതിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ഷാർക്കാണ്. അതിനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഏത് ഫീച്ചറാണ് എന്നുള്ളത് എഴുതേണ്ടത്. ഇനി അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷാർക്കാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മൗത്ത് ലൊക്കേറ്റഡ് വെൻട്രലി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഇനി അഡാപ്റ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ബോഡി ഈസ് സ്പിൻഡിൽ ഷേപ്പ്ഡ്. ഇങ്ങനെ ഏതാണോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഷാർക്കേ ഉള്ളൂ ലെസ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയെല്ലാം ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഷാർക്ക് വേണമെങ്കിലും വെക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ ഗിവൺ മോഡൽ. ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ രണ്ടിലും ഐതർ ഏതെങ്കിലും ഫിഗറോ അല്ലെങ്കിൽ ഇമേജസോ വെക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ തന്നെയാണ് വെക്കുക. ഈ മോഡൽസ് എന്തായാലും നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ഏതാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഇതെല്ലാം ഉള്ളതും ഉണ്ട്. എന്നാൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അവിടെ ആ കൊടുത്തിരിക്കുന്നതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ആ കൊടുത്തിരിക്കുന്നത് എഴുതണം എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ചോദിക്കുക ഇതിൽ ഏതാണ് എന്നുള്ളത്. അതായത് ഇപ്പം റൈറ്റ് ഏട്രിയം എന്ന് മാർക്ക് ചെയ്താൽ അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ആയിരുന്നു നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോഴത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹേർട്ടാണ് വെക്കുന്നതെങ്കിൽ ആ ഹേർട്ടിൻ്റെ ഫങ്ഷൻ എഴുതിയാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ബ്രെയിൻ ആണ് വെച്ചിരുന്നത് എങ്കിൽ
നേരത്തെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് അതിൽ തലാമസ് അടയാളപ്പെടുത്തിയിട്ട് ചോദിക്കും അതിൽ തലാമസിന്റെ ഫംഗ്ഷൻ എഴുതാൻ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ എക്സ്റ്റേണൽ അധ്യാപകർ ഏതാണോ കാണിക്കുന്നത്, ബ്രെയിൻ കാണിച്ചാൽ ബ്രെയിനിന്റെ മെയിൻ ഫംഗ്ഷൻ എഴുതിയാൽ മതി. അല്ലാതെ അതിനുള്ളിലെ സ്പെസിഫിക് ആയിട്ട് മാർക്ക്ഡ് പാർട്ടിൻ്റെതല്ല. അങ്ങനെ ഒരെണ്ണം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ഒരു ഭാഗം അടയാളപ്പെടുത്തുന്ന രീതിയിലേക്കല്ല, ഏത് വെക്കുന്നോ അതാണ് എഴുതേണ്ടത്. ഇങ്ങനെയുള്ള മോഡൽസ് ആണ് നിങ്ങൾക്ക് സ്കൂളിൽ വെക്കുക. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ജോയിൻ, റൈറ്റ് വൺ പെക്യൂലിയാരിറ്റി. ഇവിടെ നമ്മുടെ ജോയിൻസുകൾ കൊടുത്തിട്ട് അതിൻ്റെ പെക്യൂലിയർ ആയിട്ടുള്ള ഫംഗ്ഷനാണ് എഴുതാൻ ചോദിക്കുക. മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് 3 എണ്ണമാണ്: പൈവോട്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ആൻഡ് ഹിഞ്ച് ജോയിൻറ്റ്. അത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ അതിൻ്റെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പോയിന്റും എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈവോട്ട് ജോയിൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻ്റ് ആണ്. ഇറ്റ് അലൗസ് റൊട്ടേറ്ററി മൂവ്മെൻറ്റ് അറൗണ്ട് എ സിംഗിൾ ആക്സിസ് ആണ്. ഇങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രം, അതിലെന്താണ് പെക്യൂലിയർ ആയിട്ടുള്ള പോയിന്റ് എന്ന് മാത്രമാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എഴുതേണ്ടത്. ഈ 3 ജോയിൻസിനെ കുറിച്ചുമാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് കണ്ടാൽ തിരിച്ചറിയാനും ഇതിൻ്റെ പോയിന്റ്, പെക്യൂലിയർ ആയിട്ടുള്ള പോയിന്റ് ഏതെന്ന് തിരിച്ചറിയാനുമാണ് പഠിക്കേണ്ടത്. ഇനി 5th ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്, ലേബൽ 3 പാർട്സ്. ഓർ ഡ്രോ ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്, ലേബൽ 3 പാർട്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ അധികം സ്കൂളുകളിൽ ഇപ്പോൾ അധ്യാപകർ, അതായത് അവിടുത്തെ ഇന്റേണൽ അധ്യാപകർ, നിങ്ങളുടെ തന്നെ സ്വന്തം ടീച്ചേഴ്സ് തീരുമാനം എടുത്തിട്ടുണ്ട്. കുറച്ച് സ്കൂളുകളിലേതേ അങ്ങനെ പറയുന്നുള്ളൂ, മൗത്ത് പാർട്സ് ചോദിക്കേണ്ട, ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് മാത്രം മതിയെന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്കൂളുകാർ ഡൈജസ്റ്റീവ് സിസ്റ്റം മാത്രം വളരെയധികം ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തവർ രണ്ടും പഠിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സുവോളജി അധ്യാപകരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം. ഇതിൽ ഏത് വെക്കും ഏത് വെക്കില്ല എന്ന് ചെറിയ തോതിലൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. അതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം മാത്രം പറഞ്ഞിട്ടുള്ള കുറേയധികം സ്കൂളുകൾ ഇപ്പം നിലവിലുണ്ട്. അവിടെയുള്ള കുട്ടികൾ ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് വരയ്ക്കാൻ പഠിച്ചിരിക്കുക. ഇനി അതല്ല രണ്ടും പറഞ്ഞിട്ടുള്ളവർ ഇത് രണ്ടും പഠിക്കുക. മാത്രമല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടോട്ടലി നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓരോന്നിൻ്റെയും മാർക്കും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്കും, അതേപോലെ നിങ്ങളത് ലേബൽ ചെയ്ത് വെക്കുന്നതിനാണ് ബാക്കി 3 മാർക്കും വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക, കൃത്യമായിട്ടത് വരയ്ക്കാൻ പഠിക്കുക. അതിൽ രണ്ടിലേതും ഷുവർ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ പത്തോജൻ, നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ് ആൻഡ് റൈറ്റ് 1 സിംറ്റം. ഇവിടെ 3 ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങളോട് ചോദിക്കുക: പ്ലാസ്മോഡിയം, എൻഡമീബ ആൻഡ് അസ്കാരിസ്. ഈ 3 എണ്ണത്തിലാണ് ഏതിനെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഡിസീസ് ഏതാണ്, അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന സിംറ്റം എന്താണ് എന്ന് അറിയേണ്ടത്. പ്ലാസ്മോഡിയം ഉണ്ട്, അതേപോലെ എൻഡമീബ ഉണ്ട്, അസ്കാരിസും ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 3-ൽ ഏതിനെയാണോ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം, ഫോർ എക്സാമ്പിൾ പ്ലാസ്മോഡിയം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക ഡിസീസ് മലേറിയ, പത്തോജൻ പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് എഴുതുക. ഇനി പാർട്ട് ഓഫ് ദ ബോഡി ഇറ്റ് അഫക്റ്റ്, ഏതിലാണ് ഈ ഒരു അസുഖം വന്നാൽ അഫക്റ്റ് ചെയ്യുന്നത്, അത് ലിവർ അല്ലെങ്കിൽ RBC എന്നുള്ളത് എഴുതുന്നു. ഇനി അതിൻ്റെ സിംറ്റം എന്താണ്, ഈ മലേറിയ വന്നാലുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ടുള്ള ഫീവർ, ചിൽ, മസ്കുലാർ പെയിൻ അല്ലെങ്കിൽ അനീമിയ. ഇങ്ങനെ അതിൻ്റെ സിംറ്റം എഴുതുക. അത് വന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതായത് എന്താണ് ഈ സംഭവം എന്ന് തിരിച്ചറിയാൻ ഈ 3 പേരെ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അല്ല നമ്മുടെ റെക്കോർഡിലുള്ള എല്ലാവരെയും കൂടെ നിങ്ങൾ കാണാതെ പഠിച്ചു പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇത് 3 നിങ്ങൾ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ടത്. ഇനി 7th ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ പിക്ചർ റിലേറ്റഡ് ടു എംബ്രിയോളജി, സ്കെച്ച് ആൻഡ് ലേബൽ 1 പാർട്ട്. ഇവിടെ എംബ്രിയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐദർ TS ഓഫ് ടെസ്റ്റിസ് ചോദിക്കാം,
അല്ലെങ്കിൽ ടി എസ് ഓഫ് ഓവറി ചോദിക്കാം, അല്ലെങ്കിൽ ടി എസ് ഓഫ് ബ്ലാസ്റ്റ്ലേ ഓഫ് ഹ്യൂമൻ ചോദിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എംബ്രിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ചിത്രം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ആകെ 3 എണ്ണമാണുള്ളത്. അത് ടെസ്റ്റിസ് ആണോ, ഓവറി ആണോ, ബ്ലാസ്റ്റ്ലേ ആണോ എന്ന് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് അരമാർക്ക്. അത് സ്കെച്ച് ചെയ്യുന്നതിന് ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ മുന്നിൽ ആ ചിത്രം ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രം കിട്ടിക്കഴിഞ്ഞു. നിങ്ങളത് അത്ര കണ്ട് കാണാതെ പഠിച്ചൊരു രീതിയിലേക്കൊന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾക്കത് മനസ്സിലാവണം. അത് സ്കെച്ച് ചെയ്യുന്നതിന് 1 മാർക്ക്. ഇനി ആ ഏതാണോ ആ 1 പാർട്ട് ലേബൽ ചെയ്യാനുള്ളത്, അത് ഇപ്പോഴത്തെ ഒരു രീതി പ്രകാരം, കാരണം ഇതെല്ലാം എക്സ്റ്റേണലിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം രേഖപ്പെടുത്താം എന്നും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി വരുന്ന ആളിൻ്റെ സ്ട്രിക്ട്നെസ്സിനനുസരിച്ചിരിക്കും. എന്നിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഐതർ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം റിപ്പോർട്ട് ചെയ്യാൻ, അതായത് ഇതിലൊരു കാര്യം കാണിച്ചിട്ട് ഏതാണ് ഇപ്പോൾ ഓവറിയാണ് തരുന്നത് അല്ലെങ്കിൽ ബ്ലാസ്റ്റ്ലേ ആണ് തരുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് വരയ്ക്കാനും അതിൽ ഒരു പാർട്ട് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് അത് ആരോ ഇട്ട് കാണിച്ച് രേഖപ്പെടുത്താനും, അതായത് ലേബൽ ചെയ്യാനും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് കണ്ടിട്ടുണ്ട്. ഈ ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ടോട്ടലി 10 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ 8 എണ്ണം ആയി കുറച്ചിരിക്കുകയാണ്. ഇതിൽ 2 ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 2 എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കണ്ടുപിടിക്കുന്നതായിരുന്നു. അതായത് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ തന്നാൽ അതിൽ ഷുഗർ കണ്ടൻറ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഐതർ സ്റ്റാർച്ച് സൊല്യൂഷൻ കലക്കി തരുന്നതും അതേപോലെ സാധാരണമായിട്ടുള്ളതും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റും ഉണ്ട്. അതേപോലെ ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ചെയ്യാനും ഉണ്ടായിരുന്നു. ഈ 2 എണ്ണം നമ്മൾ ടെസ്റ്റ് ട്യൂബും കാര്യങ്ങളും എക്സ്പെരിമെൻ്റൊക്കെ വെച്ച് ചെയ്യുന്നതായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിയോളജിക്കൽ കാര്യങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവർ വൈവയ്ക്കായിട്ട് നമ്മൾ നോർമലി ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പ്രൊസീജിയർ എഴുതണം. അതായത് നമ്മൾ കെമിസ്ട്രി എക്സ്പെരിമെൻറ്റിന് എങ്ങനെയാണോ നമ്മൾ ഈ സോൾട്ട് അനാലിസിസിനൊക്കെ പ്രൊസീജിയർ എഴുതുന്നത്, അതേപോലെ നമ്മളിങ്ങനെ കോളം വരച്ചിട്ട് എഴുതണം. നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചു, എന്താണ് കണ്ടത്, ഇൻഫറൻസ് എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, റിസൾട്ട് എന്താണ്, ഇങ്ങനെ കോളം വരച്ച് എഴുതിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ പറയും സാമ്പിൾ എ ബോട്ടിലാണോ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഉള്ളത്, അല്ലെങ്കിൽ സാമ്പിൾ ബിയിൽ എന്തുകൊണ്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ അന്നേരം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റൊക്കെ ആയിരുന്നു ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്തവണ ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻ്റ് വെക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വൈവ ചോദിക്കാമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. സാധ്യത കുറവാണ്, കാരണം നിങ്ങൾക്കത് വെക്കുന്നില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ നമ്മൾ അന്ന് ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. ഈ യെല്ലോ കളർ ഒരിക്കലും നമ്മൾ ഇത് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നേരെ കൊണ്ട് കഴുകി കളയാറില്ല ടെസ്റ്റ് ട്യൂബ്. അത് നമ്മളവിടെ വെച്ചേക്കും നമ്മുടെ എക്സാമിനറെ കാണിക്കാനായിട്ട്. എന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബുമായിട്ടാണ് പോകുന്നത്. ആ ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ വൈവ നടക്കുന്നത്. മാത്രമല്ല ഇത്തവണ ഇൻഫോർമൽ വൈവയാണ്. ഇങ്ങനെ ഒരു കസേരയും ടേബിളും ഒക്കെ ഇട്ടിട്ട് ഫോർമലായിട്ടുള്ളൊരു വൈവയ്ക്കുള്ള സ്കോപ്പോ സാധ്യതയോ ഇല്ല. മാത്രമല്ല നിങ്ങൾ അങ്ങനെയും പേടിക്കേണ്ട, 1 മാർക്കാണ് വൈവയ്ക്കുള്ളത്. ഇനി ഈ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളോട് അന്നേരം ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ യെല്ലോ കളർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ ടെസ്റ്റ് ട്യൂബിൽ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കും അതിന് എന്താണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നതാണ് അതൊരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അവർ ചോദിക്കുക. ഇനി അവർ ചോദിക്കാം ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, ബോഡിയിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഹോർമോണിൻ്റെ പേര് കുട്ടിക്ക് അറിയാമോ, അപ്പോഴാ മാർക്കം ഇടുന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരുപാട് നിങ്ങൾ ഡീപ്പിലേക്ക് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. ഇനി പ്ലാസ്മയിൽ, ഇനി പ്രോട്ടീൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ കുട്ടിയാണെങ്കിൽ അവരോട് ചോദിക്കുന്നത് എന്താണ്, പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ഏതാണ്. അപ്പോൾ നമ്മൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്.
ഇനി എഗ്ഗിലുള്ളത് ഏതാണ്? അത് ആൽബുമിനാണ്. ഇനി ജനറലായിട്ട് ചോദിക്കാം, പ്രോട്ടീൻ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പോലും അത് ആൻസറായി. അപ്പോൾ ഇത്തവണ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊരു വലിയ ഒരു ഹിമാലയൻ ടാസ്ക്കായിട്ട് കാണരുത്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളൊരു മോഡൽ കണ്ടെഴുതുക, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. നമ്മളല്ലാതെ ഒരു റിയേജൻറ്റോ ഒരു ടെസ്റ്റ് ട്യൂബോ കാര്യങ്ങളോ എടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കോളമോ ടാബ്ലർ കോളോ ആ ഒരു രീതിയിലേ അല്ല. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട എക്സ്പെരിമെൻ്റ് അരമണിക്കൂർ കൊണ്ട് തന്നെ തീരത്തക്ക രീതിയിലാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. മുഴുവൻ മാർക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. താങ്ക് യു.